മേഡം, നവീൻ സാർ, എൻ്റെ സീനിയർ ഞാൻ ആദ്യമായിട്ടാണ് JPPയുടെ യാത്രയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഒരു JPPയുടെ യാത്രയെക്കുറിച്ച് എനിക്ക് മുന്നേ സംസാരിച്ചവർ പറഞ്ഞതുപോലെ തന്നെ നമ്മളിതുവരെ കണ്ടിട്ടുള്ള പ്രോസിക്യൂട്ടർമാരിൽ നിന്നും വിഭിന്നമായി അഭിപ്രായങ്ങൾ പറയുന്ന കേസ് നടത്തുന്ന ഒരാളായിട്ടാണ് ഇന്ന് നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം നടത്തുന്നത്. എനിക്ക് ചില പേഴ്സണൽ അനുഭവങ്ങളുണ്ട്. വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയുടെ മാല ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന സ്നാച്ചിങ്ങാണ്. ബൈക്കിൽ വന്ന് മാല പറിച്ചു കൊണ്ടുപോയി പോലീസ് അത് റിക്കവറി നടത്തി ഒക്കെ എടുത്തിട്ടൊക്കെയുള്ള അങ്ങനെ ഒരു കേസാണ്. ആ കേസിന്റെ അവസാനം ഈ മാല കേസിലെ പ്രതിക്ക് മാല തിരികെ നൽകാനുള്ള ഒരു ഓർഡർ വന്നു. അപ്പോ ഞാൻ അതിന് മുൻപേ ക്ലെയിം പെറ്റീഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ഈ മാലയുടെ ഉടമസ്ഥർക്ക് അത് തിരിച്ചു കിട്ടാനായിട്ട്. പക്ഷേ ജാമ്യക്കാരെ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവർക്ക് അത് എടുക്കാൻ കഴിയില്ല. വളരെ പാവപ്പെട്ട സ്ത്രീയാണ്. അപ്പൊ ഇത്തരത്തിലൊരു ഓർഡർ വന്നതിന് ശേഷം വേണം ഞങ്ങളുടെ പറഞ്ഞു ആ സ്ത്രീയെ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ കേസ് തുടർന്ന് ചെലവും വഹിച്ച് അത് അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. നേരിട്ടുള്ള അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ എടുത്ത് പറയേണ്ടതില്ല. എന്നാലും ഇങ്ങനെ ഒരു ചടങ്ങായതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോവാം. നമ്മുടെ വളരെ സീനിയറായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ചില മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അഭിഭാഷകൻ ഇവിടെ വന്ന് മോട്ടൂർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കേസിനകത്ത് വന്ന് പ്രതിക്ക് വേണ്ടി 3 പ്രതികൾക്ക് വേണ്ടിയിട്ട് ആർഗ്യൂ ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനകത്ത് അതാണ് ഒരു ജിംനാസിംഗത്തെ പോലുള്ള പ്രകടനമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. എത്ര വലിയ അഭിഭാഷകരാണെന്ന് ഒന്നും നോക്കാതെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറയുന്ന കേസ് പറയുന്ന ഒരു മേഡത്തിനെ അത് കാണാൻ സാധിക്കും. എല്ലാവരോടും എന്നെപ്പോലെ തന്നെ മറ്റുള്ള എല്ലാ ജൂനിയേഴ്സിനെയും സീനിയേഴ്സിനെ വളരെ ബഹുമാനത്തോടെ